السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. وعليكم السلام ورحمة الله وبركاته. السلام ورحمة الله. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. കുവൈത്തിലെ സുബഹി നിസ്കാരം കഴിഞ്ഞങ്ങോട്ട് ജോയിൻ ചെയ്യാനാകുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്നു. മിക്കവാറും അടുത്ത ആഴ്ച മുതൽ സമയം മാറ്റേണ്ടി വരും. ഇന്ത്യൻ സമയം 7:15 എന്നുള്ളത് 7:30 ആക്കേണ്ടി വരും. നമ്മൾ റമീസും റയീസൊക്കെ ഖത്തറിലാണുള്ളതെന്ന് തിരിച്ച് കുവൈത്തിൽ എത്തുള്ളൂ. അപ്പം അത് കാരണം വിഷയം ഉറപ്പിക്കാൻ ഇപ്പം ഒന്ന് ആളുണ്ടാവില്ല. ഇന്ദ്രാൻ സാഹിബൊക്കെ ജോയിൻ ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് തുടങ്ങാം, അവർ വന്നോളൂ. أعوذ بالله من الشيطان الرجيم. إن المجرمين في عذاب جهنم خالدون لا يفتر عنهم وهم فيه مبلسون وما ظلمناهم ولكن كانوا هم الظالمين ونادوا يا مالك ليقضي علينا ربك قال إنكم ماكثون لقد جئناكم بالحق ولكن أكثركم للحق كارهون أم أبرموا أمرا فإنا مبرمون أم يحسبون أنا لا نسمع سرهم ونجواهم بلى ورسلنا لديهم يكتبون قل إن كان للرحمن ولد فأنا أول العابدين سبحان رب السماوات والأرض رب العرش عما يصفون صدق الله العلي العظيم. നമ്മൾ സൂറത്ത് സുഖ്റുഫിൻ്റെ അവസാന ഭാഗത്താണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാം വിവരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അംഗീകരിക്കാതെ അള്ളാഹുവിന് മക്കളും സന്താനങ്ങളും പുത്രിമാരും ഒക്കെയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുകയും ചെയ്തവർ അവർ ഏതൊരു വിഗ്രഹങ്ങളെയും ആൾ ദൈവങ്ങളെയുമാണ് ഇലാഹുകളാക്കിയതെങ്കിൽ അവരും അവരാരാധിച്ചിരുന്നവരും ഒരുമിച്ച് ശിക്ഷിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചപ്പോൾ ഈ കാഫിറുകൾ പൊട്ടിച്ചിരിച്ചു.
അവർക്ക് പറയാനുണ്ടായിരുന്നത്, അത് ശരി, അങ്ങനെയാണ് കാര്യം. അപ്പോൾ ഈ ആരാധിച്ചിരുന്നവരും അവർ ആരെയൊക്കെ ആരാധിച്ചിരുന്നുവോ അവരും നരകത്തിലുണ്ടാകും. അങ്ങനെയാകുമ്പോൾ ഈസാ നബി, ഉസൈർ ഇങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനിൽ വലിയ വലിയ മഹാന്മാരാണ്, പ്രവാചകന്മാരാണ് എന്ന് പറയുന്നവരും അവിടെ കാണുമല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അവരും ഞങ്ങളും കൂടെ ഒരുമിച്ച് നരകത്തിൽ അങ്ങ് കഴിഞ്ഞുകൊള്ളും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. കാരണം ജൂത സമുദായത്തിലെ കുറേ പേർ ഉസൈർ എന്നാൽ ഒരു പ്രവാചകനാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായത്തിലെ ഒരു മഹാനായിരുന്നു. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. പക്ഷേ അവരെയൊക്കെ അവരുടെ അനുയായികൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയും ഉണ്ടാക്കാതെയും ഒക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരാധിച്ചവരും ആരാധ്യന്മാരും നരകത്തിലാണ് എന്ന് പറയുമ്പോൾ അവരൊക്കെ നരകത്തിൽ കാണുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പരിഹസിച്ചിരുന്നത്. എന്നാൽ ഈ ആദർശം സ്വീകരിച്ചുകൊണ്ട് പ്രവാചകന്മാരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല പാരത്രിക ലോകത്ത് നൽകുന്ന അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ വിവിധ നിഅമത്തുകൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച വിവരിച്ചത് അവസാനമായി. ഇനി തുടർന്ന് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറയുന്നത്, ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ. എന്നാൽ കുറ്റവാളികൾ അള്ളാഹുവിൻ്റെ ദീനിനെയും പരിശുദ്ധ വേദഗ്രന്ഥത്തെയും പ്രവാചകന്മാരെയും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവിടെ ഷിർക്ക് അതുപോലെയുള്ള മഹാപാപങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന കുറ്റവാളികൾ, മുജ്രിമീങ്ങൾ, ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ, അവർ നരക ശിക്ഷയിൽ ശാശ്വതവാസികളായിരിക്കും. ലാ യുഫത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ, അവർക്ക് ആ ശിക്ഷയിൽ യാതൊരു ഇളവും നൽകുന്നതല്ല. വഹും ഫീഹി മുബ്ലിസൂൻ, അവർ അതിൽ ആശയറ്റവരായിക്കൊണ്ട് നിരാശയുടെ പടുകുഴിയിൽ ജീവിക്കുന്നവരായിരിക്കും. വമാ ളലംനാഹും വലാകിൻ കാനൂ ഹുമുൽ ളാലിമീൻ, നാം അവരോട് ഒരിക്കലും അനീതിയോ അതിക്രമമോ പ്രവർത്തിക്കുകയായിരുന്നില്ല. വലാകിൻ കാനൂ ഹുമുൽ ളാലിമീൻ, പക്ഷേ അവർ സ്വയം അതിക്രമം കാണിക്കുകയായിരുന്നു, സ്വയം പാപികളായിരുന്നു. അപ്പം ഈ നരകശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അത് കുറച്ച് കടുത്ത ശിക്ഷയല്ലേ എന്ന് ഒരു പക്ഷേ ചിലർക്ക് തോന്നിയേക്കാം. അല്ലാഹു തആല ശിക്ഷയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, വമാ ളലംനാഹും, നാം അവരോട് അനീതിയോ അന്യായമോ അക്രമമോ പ്രവർത്തിക്കുകയായിരുന്നില്ല. വലാകിൻ കാനൂ ഹുമുൽ ളാലിമീൻ, അവർ സ്വയം തന്നെ അതിക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് വ്യക്തമായ സന്ദേശം വേദഗ്രന്ഥങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും വിവിധ മാർഗങ്ങളിലൂടെയും നാം നൽകിയിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ഭാവി വിജയിപ്പിച്ചെടുക്കാൻ, പാരത്രിക ലോകത്ത് രക്ഷപ്പെടാൻ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു, പറഞ്ഞു കൊടുത്തിരുന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും അള്ളാഹു അവരോട് അനീതി കാണിക്കുകയായിരുന്നില്ല. വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക്, അങ്ങനെ ഈ നരകത്തിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നരകത്തിൻ്റെ പാറാവുകാരനായ മലക്കിനെ അവർ വിളിക്കും. നമ്മുടെ മദ്രസകളിലൊക്കെ മുമ്പ് പഠിപ്പിക്കപ്പെട്ടിരുന്നു, ഇപ്പോഴത്തെ കഥ അറിയില്ല. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രപഞ്ചത്തിലെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ മലക്കുകൾ. പാരത്രിക ലോകത്തും അവർ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ മലക്കുകളുടെ കൂട്ടത്തിൽ നരകത്തിൻ്റെ പാറാവുകാരായ മലക്കുകൾ, ആ മലക്കുകളുടെ നേതാവിൻ്റെ പേരാകുന്നു മാലിക്. സുപ്രധാനമായ ദൗത്യങ്ങൾ
ധർമ്മങ്ങൾ ഏൽപ്പിക്കപ്പെട്ട 10 മലക്കുകളുടെ പേരുകൾ മുമ്പ് മദ്രസകളിൽ പഠിപ്പിച്ചിരുന്നു. അതൊന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, എല്ലാ മലക്കുകളുടെയും നേതാവ്, അള്ളാഹുവിൽ നിന്ന് നേർക്ക് നേരെ കാര്യങ്ങൾ, ഉത്തരവുകൾ, ആജ്ഞകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവാചകന്മാർക്കും മറ്റ് മലക്കുകൾക്കുമെല്ലാം കൈമാറുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ, മാലിക്, റിദ്വാൻ, റഖീബ്, അതീദ്, മുൻകർ, നക്കീർ, ഇങ്ങനെ 10 മലക്കുകളുടെ പേരുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട നരകത്തിൻ്റെ പറാവുകാരനായ മലക്കാകുന്നു മാലിക്. ഈ മാലിക്കിനെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നരകവാസികൾ വിളിക്കും. എന്താണ് ആവശ്യം? ലിയഖ്ദി അലൈനാ റബ്ബുക്. ഇവിടെ പറയുന്നത് താങ്കളുടെ റബ്ബിനോട് ഞങ്ങളുടെ കഥയൊന്ന് കഴിച്ചു തരാൻ ആവശ്യപ്പെടൂ എന്നാണ്. വേറെ പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറപ്പെടുവിച്ചു തരണമേ എന്ന് ആവശ്യപ്പെടുന്നതായി കാണാൻ പറ്റും. സൂറത്തുൽ മുഅ്മിനൂൻ ഉദാഹരണം. റബ്ബന അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. അത് അല്ലാഹു തആലയെ നേർക്ക് നേരെ വിളിച്ചുകൊണ്ടാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണമേ. വീണ്ടും ഞങ്ങൾ പാപികളായി ജീവിക്കുകയാണെങ്കിൽ ഫഇന്നാ ളാലിമൂൻ, തീർച്ചയായും ഞങ്ങൾ അതിക്രമികളായിരിക്കും. അള്ളാഹുവിൻ്റെ മറുപടി കടുത്ത ഭാഷയിലാണ്. അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കടുത്ത ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പ്രതികരിച്ചത് എന്ന് തുടർന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും വരുത്താതെ നല്ലവരായി ജീവിച്ചു കൊണ്ടിരുന്ന സജ്ജനങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ. എൻ്റെ ദാസന്മാർ ഇഹലോകത്ത് ജീവിച്ചു കൊണ്ടിരുന്നിരുന്നു. അവർ പ്രാർത്ഥനാ നിർഭരമായ ജീവിതമാണ് നയിച്ചത്. അവർ ആർക്കും ഒരു ഉപദ്രവവും വരുത്തിയിരുന്നില്ല. അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സാധ്യമായ നന്മകൾ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആ സച്ചരിതരായ ആളുകൾ. എന്താണ് അവരോട് നിങ്ങളുടെ സമീപനം? ഫത്തഖത്തുമൂഹും സിഖ്രിയ. നിങ്ങൾ അവരെ കോപ്പിരാട്ടിയാക്കി. നമ്മുടെ ഒരു നാടൻ ഭാഷയാണ് കോപ്പിരാട്ടിയാക്കുക. ഫത്തഖത്തുമൂഹും സിഖ്രിയ ഹത്താ അൻസൗകും ദിക്രി. നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ, ഈമാനിൻ്റെ പേരിൽ അവരെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ, അവരെ മർദ്ദിച്ചൊതുക്കിക്കൊണ്ടിരുന്നപ്പോൾ, അവരെ വീടുകളിൽ നിന്ന് അഭയാർത്ഥികളാക്കി തെണ്ടാൻ വിട്ടപ്പോൾ, ഹത്താ അൻസൗകും ദിക്രി, എന്നെക്കുറിച്ച് നിങ്ങൾ ഓർത്തില്ല. അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏതൊരു സൃഷ്ടാവിന് വേണ്ടിയാണോ അവർ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് സൃഷ്ടാവിൻ്റെ ആദർശം സ്വീകരിച്ച് ജീവിച്ചതിൻ്റെ പേരിലാണോ നിങ്ങൾ അവരെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നത്, ആ എന്നെക്കുറിച്ച് നിങ്ങൾ മറന്നു, ഓർത്തില്ല. നിങ്ങൾ അവരെക്കുറിച്ച് പരിഹസിച്ച് ചിരിക്കുന്നവരായിരുന്നു. അവർക്കെതിരെ മിസൈൽ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ നിങ്ങളുടെ ഓഫീസുകളിലും മറ്റും ഇരുന്നു കൊണ്ട് അത് ആസ്വദിച്ച് ചിരിക്കുകയായിരുന്നു. ഇവിടെ നരകവാസികൾ നരകത്തിന്റെ പാറാവുകാരനായ മലക്കിനെ വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത്, റബ്ബുക്, ഞങ്ങളുടെ കഥയൊന്ന് കഴിച്ചു തരാൻ താങ്കളുടെ റബ്ബിനോട് ആവശ്യപ്പെടുക. ഖാൽ, എന്താണ് നരകത്തിന്റെ പാറാവുകാരനായ ഈ മാലിക്കിന്റെ പ്രതികരണം? ഇന്നകും മാകിസൂൻ, നിങ്ങൾ ഈ നരകത്തിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക തന്നെ വേണം. നിങ്ങൾ അതിൽ തന്നെ ജീവിക്കും. ഇവിടെ ശിക്ഷക്കുമേൽ ശിക്ഷയാണ് ഈ വാക്കുകൾ. അതിനു വേണ്ടി തന്നെയാണ് ഈ മലക്കുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. നരകത്തിന്റെ പാറാവുകാരായ മലക്കുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. ഗിലാദ്, പരുഷഹൃദയരാണവർ. ഷിദാദ്,
കാഠിന്യമേറിയവരാണ്. കഠിനമായ കരിങ്കല്ലിനേക്കാൾ കടുത്ത ഹൃദയത്തിന്റെ ഉടമകൾ. ദയ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഈ തെമ്മാടികളെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ച ഒരു വിഭാഗം മലക്കുകളാണ്. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും. അല്ലാഹു തആല എന്തെന്നാണോ അവരോട് കൽപ്പിച്ചത് അതിനവർ എതിര് പ്രവർത്തിക്കുകയില്ല. വയഫ്അലൂന മാ യുമറൂൻ. ഈ തെമ്മാടികളെ ഒന്ന് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് അല്ലാഹു തആല അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിലവർ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല. അങ്ങനെയുള്ള സബാനിയാക്കളെയാണ് അല്ലാഹു തആല ഇന്ന് ഈ സത്യവിശ്വാസികളെയും മുസ്ലിങ്ങളെയും പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ പള്ളികളും മദ്രസകളും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, അവർക്കെതിരെ കിരാതമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന, അവരെ ലക്ഷോപലക്ഷം പേര് അഭയാർത്ഥികളാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തെമ്മാടികളെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു തആല ഈ മലക്കുകളെ ഈ രൂപത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ മലക്കുകൾ അവരോട് തുടർന്ന് പറയുന്നത് നോക്കൂ. ലഖദ് ജിനാകും ബിൽ ഹഖ്. നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ സത്യസന്ദേശവുമായി ഞങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. വലാകിൻ അക്സറകും ലിൽ ഹഖ് കാരിഹൂൻ. പക്ഷേ നിങ്ങളിൽ ഭൂരിഭാഗവും സത്യത്തെ വെറുക്കുന്നവരായിരുന്നു, സത്യത്തെ തള്ളിക്കളയുന്നവരായിരുന്നു. സത്യ ആദർശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലായിരുന്നു. അല്ലാഹു തആല നിങ്ങളുടെ വിജയോപാധിയായി അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ സത്യം മാത്രം ഉൾക്കൊള്ളുന്ന ഈ വേദഗ്രന്ഥം സ്വീകരിക്കാൻ നിങ്ങൾ കൂട്ടാക്കിയിരുന്നില്ല. മനുഷ്യരിൽ ഏറ്റവും പരിശുദ്ധരായി അല്ലാഹു തആല തിരഞ്ഞെടുത്ത പ്രവാചകന്മാർ നിങ്ങളിൽ വന്നിട്ട് വളരെ പരിശുദ്ധമായ മാതൃക നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി നിങ്ങളെ ഈ സന്മാർഗത്തിലേക്ക് അവർ പ്രബോധനം ചെയ്തിരുന്നു. വലാകിൻ അക്സറകും ലിൽ ഹഖ് കാരിഹൂൻ. പക്ഷേ നിങ്ങളിൽ അധികവും സത്യത്തെ വെറുക്കുന്നവരായിരുന്നു. ഇപ്പോൾ ഇവിടെ മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മോങ്ങൽ ഇവിടെ കേൾക്കാൻ സന്നദ്ധമല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അവരോട് പറയുന്നത്. ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ലഖദ് ജീനാകും ബിൽ ഹഖ്, ഞങ്ങൾ സത്യവുമായി നിങ്ങളുടെ സന്നിധിയിൽ വന്നിരുന്നു എന്ന് മലക്കുകൾ എങ്ങനെയാണ് പറയുക? ഇവിടെ മുഫസ്സിറുകൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോ ഒരു രാജ്യത്തെ സർക്കാർ ഒരു നയം സ്വീകരിച്ചു, ഒരു നിലപാടെടുത്തു, ഒരു നിയമം നിർമ്മിച്ചു. എന്നിട്ട് ആ നിയമം നടപ്പാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കും. ഇവിടെ പോലീസും പട്ടാളവും ഒക്കെയാണല്ലോ നിയമം നടപ്പാക്കുന്നത്. അതുപോലെ തന്നെ സർക്കാർ മിഷനറി മുഖേനയാണ് സർക്കാരിൻ്റെ നയം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വില്ലേജ് ഓഫീസർ ആവട്ടെ, ഒരു പോലീസ് ഇൻസ്പെക്ടർ ആകട്ടെ, കോടതിയിലെ ന്യായാധിപനാകട്ടെ, ആരാവട്ടെ, അവർ സർക്കാരിൻ്റെ നിയമത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നയങ്ങൾ, നിയമങ്ങൾ വിളംബരം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഞങ്ങൾ എന്നാണ് അവർ പറയുക. കാരണം സർക്കാരിനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലൂടെ പ്രവാചകന്മാർക്ക് വഹി എത്തിക്കുന്നു. പ്രവാചകന്മാർ ഈ സത്യം വിളംബരം ചെയ്യുന്നു. അത് ധിക്കരിച്ചു കഴിഞ്ഞാൽ, തള്ളിക്കളഞ്ഞാൽ, നാളെ മലക്കുകൾ അവിടെ വെച്ച് പറയുക, ഞങ്ങൾ സത്യവുമായി നിങ്ങളെ സമീപിച്ചിരുന്നു എന്നാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പോലെയാണ് ഇത് എന്ന് മുഫസ്സിറുകൾ വിവരിക്കുന്നു. അബ്റമു അംറൻ, എന്നിട്ട് അല്ലാഹു തആല ഈ കുറ്റവാളികൾക്ക് നാളെ നൽകാനുള്ള ശിക്ഷ, അവർ അഭിമുഖീകരിക്കാനുള്ള ആ സാഹചര്യം വിവരിച്ച ശേഷം പറയുന്നു, അബ്റമു അംറൻ, അവരെന്താണ് പല കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ടോ
ഇവിടുത്തെ സത്യനിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അവരെ കുറിച്ചാണ് നബിയോട് ഈ ചോദിക്കുന്നത്. മുബരിമൂൻ എന്ന് വെച്ചാൽ ഈ സത്യത്തെ തള്ളിക്കളയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കാനും ഈ ഖുർആനെ വെറും ആഭിചാരമായി, സിഹറായി നബി ഏതോ വേദക്കാരിൽ നിന്ന് കട്ട് പഠിച്ചു കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദീനിനെ പരാജയപ്പെടുത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നുവോ? അബ്റമു അംറൻ, അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? മുബരിമൂൻ, എന്നാൽ നാമും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജുവാഹും, അവർ വിചാരിക്കുന്നുണ്ടോ അവരുടെ രഹസ്യങ്ങൾ, അവരുടെ രഹസ്യ സംഭാഷണങ്ങൾ, അവരുടെ ഗൂഢാലോചനകൾ, ഈ സത്യത്തെ പരാജയപ്പെടുത്താൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢശ്രമങ്ങൾ, അത് നാം അറിയുന്നില്ല, കാണുന്നില്ല എന്ന് അവർ വിചാരിക്കുന്നുവോ? ഈ ചോദ്യം ഇന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരാജയപ്പെടുത്താനും മുസ്ലിങ്ങളെ പീഡിപ്പിക്കാനും കഷ്ടപ്പെടുത്താനും ഗൂഢാലോചനകളും ഗൂഢശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുഫ്രിന്റെ ശക്തികളോടുമാണ് അല്ലാഹു തആല ഈ ചോദിക്കുന്നത്. അന്നാ ലാ നസ്മഉ സിർറഹും വനജുവാഹും, അവരുടെ രഹസ്യ സംഭാഷണങ്ങൾ, ഗൂഢശ്രമങ്ങൾ അല്ലാഹു തആല അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ബലാ, അങ്ങനെയല്ല കാര്യം. വറുസുലുനാ ലദൈഹിം യക്തുബൂൻ, നമ്മുടെ ദൂതന്മാർ അവർ ഏത് ഗൂഢമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും, എത്ര രഹസ്യമായി അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും, നമുക്കറിയാം ഇപ്പോൾ ഒരു വഖഫ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ത്യയിലെ ലക്ഷോപലക്ഷം 9 ലക്ഷം വരുന്ന 9 ലക്ഷം ഏക്കർ വരുന്ന വഖഫ് സ്വത്തുക്കൾ പിടിച്ചടക്കാൻ വേണ്ടി, അത് അന്യാധീനപ്പെടുത്താൻ വേണ്ടി, അതിൽ സ്ഥിതി ചെയ്യുന്ന പള്ളി, മദ്രസ, യതീംഖാന തുടങ്ങിയ ധർമ്മസ്ഥാപനങ്ങൾ പിന്നീട് ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഉള്ളത് നഷ്ടപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ബില്ല്. ഇത് ഒരു സുപ്രഭാതത്തിൽ ചുട്ടെടുത്തതല്ല, വർഷങ്ങൾ നീണ്ട ഗൂഢമായ ശ്രമങ്ങളിലൂടെ കൊണ്ടുവന്നതാണ്. ഇങ്ങനെയുള്ള രഹസ്യമായ നീക്കങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നില്ല, അറിയുന്നില്ല എന്ന് അവർ മനസ്സാക്കുന്നുവോ? അങ്ങനെ വിചാരിക്കണ്ട. വറുസുലുനാ ലദൈഹിം യക്തുബൂൻ, നമ്മുടെ ദൂതന്മാർ, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, മലക്കുകൾ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, സൂറത്ത് ഖാഫിൽ. അവർ ഒരക്ഷരം ഉരിയാടുകയില്ല, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ്, അതീദ് എന്നീ 2 മലക്കുകളുടെ സാന്നിധ്യത്തിലല്ലാതെ ഏത് രഹസ്യത്തിന്റെ ഗൂഢ അറകളിൽ വെച്ച് നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തിയാലും ഗൂഢാലോചന നടത്തിയാലും ഈ റഖീബും അതീദും അവിടെ ഉണ്ടാകും. അവരത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. വഇന്ന അലൈക്കും ലഹാഫിളീന കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, സൂറത്തുൽ ഇൻഫിതാറിൽ. നിങ്ങളുടെ കൂടെ 2 മാന്യന്മാരായ എഴുത്തുകാരുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അവർ അറിയുന്നു, അതെല്ലാം അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. കിറാമൻ, അങ്ങേയറ്റത്തെ മാന്യന്മാരാണ്. നിങ്ങൾ പ്രവർത്തിക്കാത്തതൊന്നും അവർ എഴുതി പിടിപ്പിക്കുകയില്ല, നിങ്ങൾ പ്രവർത്തിച്ചതൊന്നും അവർ വിട്ടുകളയുകയുമില്ല. അങ്ങനെയുള്ള ആദരണീയരായ, അതുകൊണ്ട് ഈ ദീനുൽ ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ ഏതേത് ഗൂഢപ്രവർത്തനങ്ങൾ നടത്തിയാലും അതൊന്നും ആരും കാണുന്നില്ല, അറിയുന്നില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ താങ്കൾ പറയുക, ഇൻ കാന ലിർറഹ്മാനി വലദുൻ, നിങ്ങൾ ജൽപ്പിക്കുന്നത് പോലെ റഹ്മാനായ റബ്ബിന് പുത്രൻ, സന്തതി ഉണ്ടായിരുന്നുവെങ്കിൽ, ഫഅന അവ്വലുൽ ആബിദീൻ, ആ ദൈവപുത്രന് ഇബാദത്ത് ചെയ്യുന്നവരിൽ ഞാൻ ഒന്നാമനാകുമായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്?
സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർദി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും മഹത്തായ സിംഹാസനത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർ ഈ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നെല്ലാം പരിശുദ്ധനാകുന്നു. അഥവാ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവസമ്പൂർണനാകുന്നു. അവൻ ഒരിക്കലും ഒരു മക്കൾ ഉണ്ടാവേണ്ടതില്ല. മക്കൾ ഉണ്ടാകുക എന്നാൽ ദൗർബല്യമാകുന്നു. കാരണം സ്വന്തം കാലശേഷം തനിക്ക് വയസ്സാകുമ്പോൾ, പ്രായമാകുമ്പോൾ, ശയ്യാവലംബിയാകുമ്പോൾ സഹായത്തിന്, കൂട്ടിന് തൻ്റെ കാലശേഷം തൻ്റെ വംശം നിലനിർത്താനാണ് മക്കൾ. അങ്ങനെ മക്കൾ ഉണ്ടാകുക എന്നത് ഈ ആകാശഭൂമികളുടെ സൃഷ്ടാവായ മഹത്തായ സിംഹാസനത്തിന്റെ ഉടയവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ദൗർബല്യം ആരോപിക്കലാണ്. അല്ലാഹു തആല അത്തരം ദൗർബല്യങ്ങളിൽ നിന്നെല്ലാം പരമപരിശുദ്ധനാകുന്നു. അതുകൊണ്ട് അല്ലാഹു തആലക്ക് മക്കളില്ല. മക്കളുണ്ടെങ്കിൽ ഞാൻ ഒന്നാമതായി ആ അള്ളാഹുവിൻ്റെ മകനെ ഇബാദത്ത് ചെയ്യുന്നവരിൽ ആകുമായിരുന്നു. അപ്പോൾ ശത്രുക്കളുടെ വാദഗതികൾ പൊളിക്കാനുള്ള ഒരു ദഅവത്തിന്റെ രീതിശാസ്ത്രമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവലംബിക്കാൻ വേണ്ടി പറയുന്നത്. അല്ലാഹു തആലക്ക് മക്കളുണ്ടാകുക എന്നത് അസംഭവ്യമാണ്. അത് ദൗർബല്യം ആരോപിക്കലാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാതിരിക്കുക എന്നത് ദൗർബല്യമാണെങ്കിൽ, മക്കൾ ഉണ്ടാവലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എങ്കിൽ, അല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം നേരെ ഓപ്പോസിറ്റാണ്. കാരണം അല്ലാഹു തആലക്ക് കൈപിടിക്കാൻ, എഴുന്നേൽപ്പിക്കാൻ, മരുന്ന് കൊടുക്കാൻ, കാലശേഷം വംശപരമ്പര നിലനിർത്താൻ ആരും ആവശ്യമില്ല. അല്ലാഹു തആല ആദ്യമേ ഉള്ളവനും അവസാദ്യവും അന്ത്യവുമില്ലാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, സർവശക്തനായ അല്ലാഹു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്. അല്ലാഹു തആല ഏകനാകുന്നു. അവൻ പരാശ്രയരഹിതനാകുന്നു, സ്വാശ്രയനാകുന്നു. അവൻ ജനിച്ചുണ്ടായവനല്ല, ജനിപ്പിക്കുന്നവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനെ പോലെ ഒന്നുമില്ല. അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ദൗർബല്യം ആരോപിക്കലാണ് മഹാപാപമാകുന്നു ശിർക്ക്. അത് ചെയ്യാൻ പാടില്ല. സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർദി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ ഫദർഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോട് ഈ കാര്യം പറയാൻ കൽപ്പിച്ച ശേഷം പറയുന്നു, ഫദർഹും, അവരെ വിട്ടേക്കുക. യഖൂദു വയലബു, അവർ പരിഹസിക്കട്ടെ, അവർ വിനോദിക്കട്ടെ. ഹത്താ യുലാഖു യൗമഹും അല്ലദീ യുഅദൂൻ, അവർക്ക് താക്കീത് ചെയ്യപ്പെട്ട ആ ദിനം, മഹ്ശറ വൻസഭ, അവർ ശിക്ഷിക്കപ്പെടുന്ന ആ പരലോകം, ഖിയാമത്ത് നാൾ, അത് വരുന്നത് വരെ അവരങ്ങനെ യഖൂദു വയലബു, അവരങ്ങനെ കളിച്ച് രസിച്ച് മതിച്ച് ജീവിക്കട്ടെ, വിട്ടേക്കൂ. ഈ സന്ദേശം എത്തിക്കുക മാത്രമേ താങ്കൾക്ക് ബാധ്യതയുള്ളൂ. വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹുൻ, അവനാകുന്നു ആകാശലോകത്തുള്ള ഇലാഹ്. വഫിൽ അർദി ഇലാഹ്, ഈ ഭൂമുഖത്തും അവൻ തന്നെയാകുന്നു ഇലാഹ്. ഇലാഹ് എന്നാൽ അതിൻ്റെ സംഗ്രഹം, സ്രഷ്ടാവ്, ആരാധനക്കർഹൻ, സൃഷ്ടികളുടെ പരമമായ അനുസരണത്തിന് അർഹനായിട്ടുള്ളവൻ. ഇതാണ് അതിൻ്റെ സംഗ്രഹം. ഇങ്ങനെ ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ളൂ. ഈ ഭൂലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേയുള്ളൂ. വഹുവൽ ഹകീമുൽ അലീം, അവൻ അങ്ങേയറ്റത്തെ യുക്തിമാനും സർവജ്ഞനുമാകുന്നു. വതബാറകല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം ആധിപത്യമുടയവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂർണനാകുന്നു, അനുഗ്രഹ സമ്പൂർണനാകുന്നു. വഇൻദഹു ഇൽമുസ് സാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കലാകുന്നു ഖിയാമത്ത് നാൾ സംബന്ധമായ ജ്ഞാനമുള്ളത്.
വഇലൈഹി തുർജഊൻ, അവങ്കിലേക്കാകുന്നു ഈ ഖിയാമത്ത് നാളിൽ നിങ്ങൾ മടക്കപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാകുന്നു ഖിയാമത്ത് നാൾ സംബന്ധമായ അറിവ്. നാം പല പ്രാവശ്യം കേട്ടതാണ്, ജിബ്രീൽ അലൈഹിസ്സലാം ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യന്റെ, ഒരു യുവാവിൻ്റെ വേഷത്തിൽ മദീനയിലെ റൗള ഷരീഫിൽ ആഗതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൻ്റെ മുട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നബിക്ക് അഭിമുഖമായി ഇരുന്നു. ശുഭ്രവസ്ത്രധാരിയായിരുന്നു, കറുകറുത്ത മുടിയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ യാത്രയുടെ ഒരടയാളങ്ങളും കാണാത്ത രൂപത്തിൽ വളരെ ഫ്രഷായിക്കൊണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയുടെ പേര് വിളിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ? ഈ ചോദ്യത്തിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുന്നു. അവസാനമായി ചോദിച്ചു, മത്തസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അഅലമു മിനസ്സാഇൽ, മൽ മസ്ഊലു അഅലമു മിനസ്സാഇൽ. ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിക്കപ്പെടുന്നയാൾ ചോദിക്കുന്ന ആളെക്കാൾ അറിവുള്ളവനല്ല. അഥവാ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിഞ്ഞുകൂടാ, സയ്യിദുൽ മുർസലീനായ മുർസലീങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിവുള്ള കാര്യമാകുന്നു എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നത്. വലാ യംലികു അല്ലദീന യദ്ഉന മിൻ ദൂനിഹി ശഫാഅ, അവർ അള്ളാഹുവിനെ കൂടാതെ ശുപാർശ ചെയ്യുമെന്ന് മനസ്സിലാക്കുന്ന വിശ്വസിക്കുന്നവയെ ഒന്നും തന്നെ ശുപാർശക്ക് അർഹതയുള്ളവരല്ല. അവർക്കൊന്നും തന്നെ ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ഷിർക്കിന്റെ കാര്യം പറയുന്നിടത്തൊക്കെ പരിശുദ്ധ ഖുർആനിൽ ഈ ശുപാർശയെക്കുറിച്ച് പറയുന്നതായി കാണാൻ സാധിക്കും. ഈവൻ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസിയിൽ പോലും വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി എന്ന് കാണാൻ സാധിക്കും. ഷഫാഅത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് മുൻകാലത്ത് ജീവിച്ച് കടന്നുപോയ ജനസമൂഹങ്ങളൊക്കെ തന്നെ, അവരൊക്കെ തന്നെ മൃഗീയ ഭൂരിപക്ഷവും മുശ്രിക്കുകളായിരുന്നു. ഇപ്പോൾ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും മുശ്രിക്കുകൾ തന്നെയാണ്. മുശ്രിക്കുകൾ എന്ന് പറയുമ്പോൾ ചിലർ ചിന്തിക്കും വിഗ്രഹാരാധകരാണ് മുശ്രിക്കുകൾ. എന്നാൽ ഒന്നിനെയും ആരാധിക്കാത്ത നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെയായ ഇപ്പോഴത്തെ പാശ്ചാത്യ ലോകത്തുള്ള ഭൂരിപക്ഷവും അവർ ദൈവവിശ്വാസികളെയല്ല, ഒരു മതാചാരവും അവരനുഷ്ഠിക്കുന്നില്ല. എന്നാൽ അവരും മുശ്രിക്കുകളാണ് എന്നല്ല, അവരാണ് പക്കാ മുശ്രിക്കുകൾ. ഈ പറഞ്ഞ വിഗ്രഹാരാധകരായ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെക്കാൾ വലിയ മുശ്രിക്കുകൾ അവരാണ്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ഹവയെ ഇലാഹാക്കിയവനെ നീ കണ്ടുവോ? വേറെ ആയത്തിൽ വമൻ അദല്ലു മിമ്മൻ, അതായത് സ്വന്തം ദേഹേച്ഛയെ ഇലാഹാക്കിയവനേക്കാൾ ഏറ്റവും വഴിപിഴച്ചവൻ ആര്? അപ്പൊ നമ്മുടെ നാട്ടില് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ആരാധന നടത്തുന്ന ഹിന്ദുക്കളെക്കാൾ വലിയ മുശ്രിക്കുകൾ ആരാന്ന് ചോദിച്ചാൽ ഈ പാശ്ചാത്യ ലോകത്തുള്ള ഈ നിരീശ്വരവാദികളും മതേതരവാദികളുമാണ്. ഖുർആനാണ് പറയുന്നത്. എന്താ സംഭവം? അവർ അവരുടെ സ്വാഭീഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയവരാണ്. അപ്പൊ അവർ ശരിക്ക് ചെയ്യുന്നത് സ്വന്തം ഇച്ഛയെയാണ്, സ്വന്തം താല്പര്യങ്ങളെയാണ്. സ്വയം ശരിയെന്ന് തോന്നിയത് ശരി, തെറ്റ് എന്ന് തോന്നിയത് തെറ്റ്. തനിക്ക് ഹറാം എന്ന് തോന്നിയത് ഹറാം, തനിക്ക് ഹലാൽ എന്ന് തോന്നിയത് ഹലാൽ. ഇതാണ് ഏറ്റവും വലിയ ഷിർക്ക്. ഈ ഏറ്റവും വലിയ പക്കാ മുശ്രിക്കുകളാകുന്നു നിരീശ്വരവാദികൾ, നിർമ്മതവാദികളൊക്കെ. അപ്പോൾ ഈ ലോകത്തുള്ള മുശ്രിക്കുകളൊക്കെ തന്നെ വിഗ്രഹാരാധകരായ, മനുഷ്യദൈവങ്ങളെ സ്വീകരിക്കുന്നവരായ, അല്ലെങ്കിൽ മുൻകഴിഞ്ഞ മഹാന്മാരെയൊക്കെ ആരാധിക്കുന്നവരായ ആളുകൾ. അവരോട് ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ
അവർ പറയുക അള്ളാ എന്നാണ്. അള്ളാ എന്ന് അറബികൾ അള്ളാ എന്ന് പറയും, നമ്മുടെ മലയാളികൾ സർവേശ്വരൻ എന്ന് പറയും, ഹിന്ദുക്കളൊക്കെ. അതുമാതിരി തന്നെ വേറെ പാശ്ചാത്യ ലോകത്തുള്ളവർ ഗോഡ് എന്ന് പറയും വിശ്വാസികളാണെങ്കിൽ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ കാലത്ത് എല്ലാ സമൂഹങ്ങളും അവർ ദൈവവിശ്വാസികളായിരുന്നു. ദൈവനിഷേധികൾ എന്നത് ഈ അടുത്ത ഈ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും മാത്രം രംഗത്ത് വന്ന ഒരു വിഭാഗമാണ്. കവിഞ്ഞാൽ യൂറോപ്പിലെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം മാത്രമാണ് നിരീശ്വരവാദികളായ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളിൽ ഇവിടെ ജീവിച്ചവരൊക്കെ തന്നെ ദൈവവിശ്വാസികളായിരുന്നു. പക്ഷെ വിഷയം അവരൊക്കെ ഈ ഏക പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അള്ളാഹു താലാക്ക് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ എന്ന കാര്യമാണ് നിഷേധിച്ചത്. മക്കാ മുശ്രിക്കുകളും അബൂജഹലൊക്കെ നിഷേധിച്ചു കൊണ്ടിരുന്നത് ആ കാര്യമാണ്. ആ അള്ളാഹു താലാക്ക് മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ. എന്നാ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഈ മഹാന്മാർ എന്ന് വിശ്വസിച്ച് അവരുടെ രൂപമുണ്ടാക്കി അവർക്കൊക്കെ ആരാധന അർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി, ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മൃഗീയ ഭൂരിപക്ഷം വരുന്ന മുശ്രിക്കുകളുടെയും മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി. അവർ വലിയ മഹാന്മാരാണ്, പ്രവാചകന്മാരാണ്, അവർ അള്ളാഹുവിനോട് വളരെ അടുത്തവരാണ്. അവർ അള്ളാഹു താലാന്റെ അടുത്ത് ശുപാർശ ചെയ്തിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരും. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ട ഈ ജാറങ്ങളിലൊക്കെ പോയിട്ട് അവിടെയുള്ള ഖബറാളികളോട് ദുആ ചെയ്യുന്നവർ, അവരുടെയും വാദം അതാണ്. ആ മഹാന്മാര് അള്ളാഹു താലാന്റെ അടുത്ത് വലിയ മുഖറബീങ്ങളാണ്, അവർ ശുപാർശ ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യം നേടിത്തരും. ഇങ്ങനെ ഈ അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യും എന്ന അടിസ്ഥാനത്തിലാണ്, അങ്ങനെ അവരുടെ ശുപാർശ ലഭിക്കാൻ വേണ്ടിയാണ് ഈ മുശ്രിക്കുകളൊക്കെ തന്നെ ഈ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിക്കുന്നത് എന്നാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം. ഈ കാലത്തും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരും. ഇപ്പം ഈയിടെ നമ്മുടെ റിയാദ് സ്വാലിഹീനിലുള്ള ഒരു വനിത എനിക്ക് ഒരു മുസ്ലിയാരുടെ ഏതാനും വോയിസുകൾ അയച്ചു തന്നു. അതിൽ ഇതാണ് അയാൾ പറയുന്നത്. അതായത് അള്ളാഹു അല്ലാത്തവരോട് മഹാന്മാരോടൊക്കെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു താല പല കാര്യങ്ങളും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെയല്ലേ മടവൂർ ഷെയ്ഖാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് ഇവിടുത്തെ ഒരു വലിയ പണ്ഡിത വേഷധാരി ഈ അടുത്ത് പറയുകയുണ്ടായി. പല മുസ്ലിയാമാരും അങ്ങനെ പ്രസംഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഷഫാഅത്തിലുള്ള അള്ളാഹുവിങ്കൽ റെക്കമെൻഡ് ചെയ്യും എന്ന ഈ വിശ്വാസത്തിൽ നിന്നാണ് ഈ പക്കാ ഷിർക്കിലേക്ക് ആളുകൾ വഴുതി വീഴുന്നത്, ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ തൗഹീദിനെ കുറിച്ച് എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഷഫാഅത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുകയും, എന്താണ് ഷഫാഅത്ത്, എന്തിനാണ് ഷഫാഅത്ത്, ആർക്കാണ് ഷഫാഅത്ത് ചെയ്യാൻ അധികാരമുള്ളത് എന്ന് വിവരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ അല്ലാഹു തആല പറയുന്നു, വലാ യംലികുല്ലദീന യദ്ഉന മിൻ ദൂനിഹി ശഫാഅ, ഇവർ ആരോടൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നോ, ആർക്കൊക്കെ ആരാധന അർപ്പിച്ചു കൊണ്ടിരിക്കുന്നുവോ അവർക്കൊന്നും തന്നെ ഷഫാഅത്തിനുള്ള അധികാരമില്ല. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്, പിന്നെ ആർക്കാണ് ഉള്ളത്? ഷഫാഅത്തിന്റെ കാര്യം പറയുന്നിടത്തൊക്കെ ഷഫാഅത്ത് നിഷേധിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ ഷഫാഅത്തിന്റെ ശരിയായ വശം അല്ലാഹു തആല വിവരിക്കുകയാണ് ചെയ്തത്. ഈവൻ ആയത്തുൽ കുർസിയിൽ അങ്ങനെ കാണാൻ സാധിക്കുക. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, ആരാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഷഫാഅത്ത് ചെയ്യുക? അവന്റെ അനുമതിയോടുകൂടിയല്ലാതെ. അപ്പൊ ഷഫാഅത്ത് ഉണ്ട്, പക്ഷേ ആർക്കാണ് അതിന് അനുമതിയുള്ളത്? ആർക്ക് വേണ്ടിയാണ് ഷഫാഅത്ത് ചെയ്യേണ്ടത്? ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിവരിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് മൻ ഷഹിദ ബിൽ ഹഖ്, സത്യത്തിന് സാക്ഷ്യം വഹിച്ചവർ, സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട്, വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട്.
ഇങ്ങനെ കാക്കക്കാരനവന്മാരായിട്ട് മുസ്ലിങ്ങളായിരുന്നു, അതുകൊണ്ട് താനും മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം നാമധാരിയായിക്കൊണ്ട് കാനേഷുമാരി മുസ്ലിങ്ങൾക്കല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാകുന്നു, അവന് മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ എന്ന സത്യം ശരിക്ക് അംഗീകരിച്ചുകൊണ്ട് ആ സത്യത്തിന് സാക്ഷികളായി ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഷഫാഅത്തിന് അധികാരമുള്ളത്. ഇതേ സംഗതി സൂറത്ത് താഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. താഹ 108 മുതൽ 110 വരെ ആയത്തിൽ, യൗമഇദി യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ലഹു വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. നാളെ മഹ്ശറ വൻ സഭയിൽ, അവിടെയാണല്ലോ ഷഫാഅത്തിന്റെ മുഖ്യ കേന്ദ്രം, ഷഫാഅത്ത് ചെയ്യപ്പെടേണ്ട മുഖ്യമായ രംഗം മഹ്ശറയാകുന്നു. കാരണം അവിടെ വെച്ചാണ് വിചാരണ ചെയ്തുകൊണ്ട് സ്വർഗവും നരകവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുന്നത്. അന്ന് ഓരോരുത്തരും അവരെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ മലക്കിന്റെ ഗൈഡൻസ് അനുസരിച്ചുകൊണ്ട്, ആ മലക്കിനെ ഫോളോ ചെയ്തുകൊണ്ട് മഹ്ശറ വൻ സഭയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ലാ ഇവജ ലഹു, ഒരടി അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റുകയില്ല. ഈ ലോകത്ത് വെച്ച് മലക്കുകളിലൂടെ ലഭിച്ച ദിവ്യ വെളിപാടുകൾ തള്ളിക്കളഞ്ഞവരായിരിക്കാം, പക്ഷേ തുറന്ന കാഹളത്തിലൂതുമ്പോൾ ഓരോരുത്തരെയും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് മഹ്ശറയിൽ സമ്മേളിപ്പിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ അവരെ നയിച്ചു കൊണ്ടുവരും. അവിടെ ഒരടി തെറ്റാതെ ആ മലക്കുകളെ ഫോളോ ചെയ്തുകൊണ്ട് അവർ ഒരുമിച്ച് കൂടും. റഹ്മാൻ, എല്ലാ ശബ്ദങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബിന്റെ മുൻപിൽ വിനീത വിധേയരായി തീരും. ആരും അവിടെ ബഹളമുണ്ടാക്കുകയില്ല, എല്ലാവരും വിനീത വിധേയരായി അവിടെ ഒരുമിച്ച് കൂടും. ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, അവിടെ ശബ്ദങ്ങളൊന്നും കേൾക്കൂല, ഒരു ശബ്ദം മാത്രമാണ് കേൾക്കുക. എല്ലാവരും മഹ്ശറ വൻ സഭയിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ വരുന്ന ആ ചവിട്ടടികളുടെ ശബ്ദങ്ങൾ മാത്രം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കുക. എന്നിട്ടോ അല്ലാഹു തആല ആ വിചാരണ വൻ സഭയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കാര്യം പറഞ്ഞിട്ട്, യൗമഇദിൻ ലാ തൻഫഉ ശഫാഅതു, അന്നേ ദിവസം ഒരു ശുപാർശയും പ്രയോജനം ചെയ്യുകയില്ല. അക്കാര്യമാണ് ആദ്യം പറയുന്നത്. കാരണം ഈ ശുപാർശയിലുള്ള വിശ്വാസത്തിലാണല്ലോ മനുഷ്യർ ഇവിടെ ഏറിയ പങ്കും വഴിതെറ്റിപ്പോകുന്നത്. അഥവാ അത് പറഞ്ഞുകൊണ്ടാണ് പണ്ഡിത വേഷധാരികൾ ഈ സമുദായത്തെ, ജനങ്ങളെ, പുരോഹിതന്മാർ ഈ പാമര ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയായ ക്രിസ്ത്യാനികളെ പുരോഹിതന്മാർ, പാതിരിമാർ വഴിതെറ്റിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? നിങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല, നിങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ദൈവപുത്രൻ അങ്ങ് ബലിയായിരിക്കുന്നു, ദൈവപുത്രൻ നോക്കിക്കൊള്ളും, ദൈവപുത്രൻ നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊള്ളും. ലോകത്തെ ഏറ്റവും വലിയ ജനസഞ്ചയത്തെ വഴി പിഴപ്പിച്ചത് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഈ മുസ്ലിം സമുദായത്തിലെ തന്നെ പാമര ജനങ്ങളെ പണ്ഡിത വേഷധാരികൾ പിഴപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ മൊയ്തീൻ മാലയുണ്ടല്ലോ, മൊയ്തീൻ മാലയിൽ പറയുന്ന ഒരു വരി, നരകക്കത്ത കാക്കുന്ന മലക്ക്. ഏതാ മലക്ക്? നമ്മളിപ്പോൾ ആ മലക്കിന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ആ മലക്ക് പറഞ്ഞു എന്നാണ് മൊയ്തീൻ ഷെയ്ഖിനോട്, ഹേയ്, താങ്കളുടെ ഒറ്റ മുരീദന്മാർ ഈ നരകത്തിലില്ല, താങ്കളുടെ മുരീദന്മാരെ എങ്ങനെ നരകത്തിൽ വെക്കാൻ പറ്റുമോ? ദാ മൊയ്തീൻ മാലയില് ഇതായിരുന്നു ഒരു കാലഘട്ടത്തില് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട സ്ഥാനത്ത്, ചെയ്യേണ്ട സമയങ്ങളിൽ നമ്മുടെ നാട്ടിലെ വീടുകളിൽ പാടിക്കൊണ്ടിരുന്നത്, പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിലൊക്കെ കുറെ മാറ്റമുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ പരിഭാഷകളും ഖുർആൻ സ്റ്റഡി സെന്ററുകളും ഖുർആൻ ക്ലാസ്സുകളൊക്കെ വ്യാപകമായതോടുകൂടി മുസ്ലിങ്ങൾ ഒരളവോളം പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമൊക്കെ പഠിക്കുന്ന ആ തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആയിട്ടില്ല. നമ്മുടെ ഉത്തരവാദിത്തം ഭാരിച്ചതാണ്. കൂടുതൽ മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ ഈ പരിശുദ്ധ ഖുർആൻ പഠനത്തിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വച്ഛമായ
സുന്നത്ത് പഠിക്കുന്നതിലേക്കും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. സാധ്യമായ എല്ലാ തലങ്ങളിലും വ്യാപകമായ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ആ രംഗത്താണ്. അന്നേ ദിവസം അന്ന് ശുപാർശകൾ പ്രയോജനം ചെയ്യുകയില്ല. ഇല്ലാമൻ അദിന ലഹു റഹ്മാനു, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയവർക്കല്ലാതെ. വറദിയ ലഹു ഖൗലാ, അപ്പൊ അല്ലാഹുവിങ്കൽ ആരാണ് ശുപാർശ ചെയ്യേണ്ടത്? വറദിയ ലഹു ഖൗലാ, ആരുടെ ശുപാർശ കേൾക്കാനാണ് അല്ലാഹു തആല തൃപ്തിപ്പെട്ടത്? അവരുടെ കാര്യത്തിൽ ഷർത്ത്, 2 ഷർത്തുകളാണ് ശുപാർശക്കുള്ളത്. ഒന്നാമത്തെ ഷർത്ത്, ആർക്കാണ് അല്ലാഹു തആല ശുപാർശക്ക് അധികാരം നൽകിയത്, അനുവാദം നൽകിയത്, അവർക്ക് ശുപാർശ ചെയ്യാം. എന്നാലോ അവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട്, ഉമ്മാക്കും ബാപ്പാക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് ശുപാർശ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. വറദിയ ലഹു ഖൗലാ, ആർക്ക് വേണ്ടി ശുപാർശ സ്വീകരിക്കാൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുവോ അവർക്ക് വേണ്ടിയേ പറ്റുള്ളൂ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പിതാവിന് വേണ്ടി ശുപാർശ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് സ്വന്തം പ്രിയതമക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ ആരോമൽ മകന് വേണ്ടി ശുപാർശ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8 വയസ്സ് മുതൽ വഫാത്താകുന്നത് വരെ, നുബുവത്തിന്റെ 10-ാം വർഷമാണ് വഫാത്താകുന്നത് എന്ന് വെച്ചാൽ 32ഉം 10ഉം 42 കൊല്ലക്കാലം. നബിയുടെ 8-ാമത്തെ വയസ്സ് മുതൽ നബിക്ക് 50 വയസ്സാകുന്നത് വരെ സംരക്ഷണം നൽകി പോറ്റി വളർത്തിയ സ്വന്തം മൂത്താപ്പ അബൂ താലിബിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അല്ലാഹു തആല ശുപാർശക്ക് അധികാരം നൽകിയവർക്ക്, അവരിഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ശുപാർശ ചെയ്യാൻ പറ്റൂല. ആരുടെ വിഷയത്തിൽ ശുപാർശ കേൾക്കാൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുവോ, അനുമതി നൽകിയോ, അവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ ചെയ്യാൻ പറ്റൂ. അതാരാണ്? ഇതിനെ തുടർന്ന് അല്ലാഹു തആല എന്തുകൊണ്ട് അല്ലാഹു തആല ഇങ്ങനെ വ്യവസ്ഥ വെച്ചു എന്ന് കൂടി വിവരിക്കുന്നുണ്ട്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അതായത് ആർക്കൊക്കെ ശുപാർശ നൽകാൻ അധികാരം കൊടുക്കണം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. കാരണം അവരുടെ ഭൂതവും ഭാവിയും എല്ലാം അറിയുന്ന, അവരുടെ